നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി, അതോടൊപ്പം തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി മുൻ സർക്കാർ കൊണ്ടുവന്നിരുന്ന പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണിവ. എന്നാൽ ഇത് ഏറ്റവും ഒടുവിലായിട്ട് നടപ്പിലാക്കിയ സ്കീമുകൾ കൂടി ആയതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ ഈ പദ്ധതിയിൽ ഒന്ന് മാത്രമേ തുടരുന്നുള്ളൂ. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയായിരിക്കും തുടരുക. അതിൽ അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്നതായിരിക്കും. നിലവിൽ ധനസഹായ വിതരണത്തിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി 18 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക്, അതും മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അതും പ്രായപരിധിയുണ്ട്. 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക്. ഈ സ്കീമിൽ മുൻപ് ആനുകൂല്യം 2 ഗഡുക്കളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇനി ഈ പദ്ധതി തുടരുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം വന്നിട്ടില്ല. ഓണക്കാലത്ത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ തീരുമാനം വന്നിട്ടില്ല. അത് മാത്രമല്ല, നമുക്ക് മുൻപ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കുമായിരുന്നു സേവനയുടെ സൈറ്റിൽ. അങ്ങനെയുള്ള കാര്യങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട്. അതായത് പദ്ധതി അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആനുകൂല്യങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ട. മറ്റേതെങ്കിലുമൊക്കെ പദ്ധതികൾ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ അറിയിക്കുന്നതാണ്. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെട്ട് ലഭിക്കുന്ന സൗജന്യ യാത്ര പദ്ധതിയായിരിക്കും. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രയായിരിക്കും സ്ത്രീകൾക്ക് ലഭിക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഇലക്ട്രോണിക് KYC നമ്മളുടെ സംസ്ഥാനത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ചെയ്തു കൊടുക്കുന്നുണ്ട്. വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പുതുക്കലിൻ്റെ ഭാഗമായിട്ട് ഈ KYC ഇപ്പോൾ നിർബന്ധമാണ്. ഈ KYC നമ്മളുടെ സംസ്ഥാനത്തുള്ള ഗുണഭോക്താക്കളോടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ തന്നെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ, അതായത് അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല, അതിനുവേണ്ടി അപേക്ഷ വെച്ചിട്ടില്ല എങ്കിൽ ആ കാര്യങ്ങൾ കൂടി നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ സൗജന്യ റേഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യങ്ങൾ ഓഗസ്റ്റ് മാസത്തെ വാങ്ങാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി വിഹിതങ്ങൾ ഉൾപ്പെടെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് അരിയും മറ്റാനുകൂല്യങ്ങളുമെല്ലാം നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി ഓഗസ്റ്റ് മാസം 10-ാം തീയതിക്ക് ശേഷമൊക്കെ സ്പെഷ്യൽ അരിയും എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസം 10-ാം തീയതിക്ക് ശേഷമൊക്കെ മുൻഗണനേതര കാർഡുകൾ എത്തിച്ചേർന്നാൽ മതിയാകും. കാരണം ആനുകൂല്യങ്ങൾ ഒരുമിച്ച് വാങ്ങാൻ വേണ്ടി നമുക്ക് ആ സമയത്താണ് സാധിക്കുക. അല്ലാത്ത പക്ഷം ഇപ്പോൾ നമ്മൾ പോയാൽ നമുക്ക് സാധാരണ റേഷൻ വിഹിതമൊക്കെ ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള റേഷൻ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുക. അതുകൂടാതെ തന്നെ സപ്ലൈകോ വഴിയും നമുക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. അവ കൂടി വാങ്ങുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ കുട്ടികൾക്ക് ആധാർ പുതുക്കൽ അത് നിർബന്ധമാണെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു വേണം ആധാർ പുതുക്കിയെടുക്കാൻ. വിദ്യാർത്ഥികളുടെ വിവിധ ഡോക്യുമെൻറ്റുകൾ, സ്കോളർഷിപ്പുകൾ, അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് ഈ പുതുക്കിയ ആധാർ കാർഡാണ് വേണ്ടത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ KYC പോലുള്ള അല്ലെങ്കിൽ വൺ ടൈം വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആധാർ പുതുക്കാത്ത പക്ഷം നമുക്ക് ഇത്തരം പദ്ധതികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ആനുകൂല്യങ്ങളും സേവനങ്ങളും ഒക്കെ തടസ്സപ്പെടും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ നടത്തി ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുന്നതിന് ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.